ഇത് തലസ്ഥാന നഗരി തിരുവനന്തപുരത്തിന്റെ രാജപാത. എത്ര കണ്ടാലും മതിവരാത്ത മനോഹാരിതയാണ് അനന്തപുരിക്ക്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. എന്തുപറ്റി അനന്തപുരിക്ക്? ഇവിടുത്തെ പ്രതിമകളൊക്കെ ഉറക്കെ നമ്മോട് സംസാരിക്കുകയാണ്. അത് നമ്മൾ കേൾക്കാതെ പോകരുത്. പക്ഷെ ഇതൊക്കെ അവരുടെ ഭാഷയിലാണ്. മഹാരഥന്മാരുടെ 140ഓളം പ്രതിമകളുണ്ട് ഇന്ന് അനന്തപുരിയിൽ. ഓരോ പ്രതിമയും ഓരോ സന്ദേശമാണ്. പല കാലങ്ങളിൽ നമ്മെ നയിച്ച ആശയത്തിന്റെ, വിപ്ലവത്തിന്റെ, നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയ മഹാത്മാക്കൾ. പുതുതലമുറയ്ക്ക് ഇവയൊക്കെ അന്യമാകരുത്. അവരിലേക്ക് ഈ സന്ദേശങ്ങൾ കൈമാറുക തന്നെ വേണം, പ്രത്യേകിച്ചും ഈ കെട്ടകാലത്ത്. അനന്തപുരിയിലെ പ്രതിമകളുമായി സംവദിക്കാൻ ഞങ്ങൾ നഗരത്തിന്റെ തിരക്കിലേക്ക്. ഇതാണ് കേരളത്തിന്റെ അഭിമാനമായ പുതിയ നിയമസഭാ മന്ദിരം. ഇവിടെ ഞങ്ങൾ എതിരേറ്റത് ഭാരതത്തിലെ എണ്ണം പറഞ്ഞ 3 മഹാരഥന്മാരാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെയാണ് ഞങ്ങൾ ആദ്യം സന്ദർശിച്ചത്. ഇന്ത്യൻ ഭരണഘടന മുറുകെ പിടിക്കേണ്ടുന്ന ഓർമ്മപ്പെടുത്തലുമായി അദ്ദേഹം കർക്കശ നിലപാടിലാണ്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, രാഷ്ട്രശില്പി ശ്രീ ജവഹർലാൽ നെഹ്റുവുമായി ഞങ്ങൾ ദീർഘനേരം സംവദിച്ചു. തന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന ഒറ്റവരി വാചകം മതി രാഷ്ട്രപിതാവിനെ അടുത്തറിയാൻ. പാവങ്ങളുടെ പടത്തലവനായ AKGയുടെ നിൽപ്പ് പട്ടത്തുള്ള വിശാലമായ ഒരു പാർക്കിന്റെ മധ്യത്തായാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായ നേതാവ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപക നേതാവ്. ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളെ കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്വം പുതുതലമുറയ്ക്കുണ്ടെന്ന് അദ്ദേഹം ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന ധീരവനിത അക്കമ്മ ചെറിയാന്റെ നിൽപ്പ് ലോക് ഭവൻ മന്ദിരത്തിന് എതിർവശത്തായ കേരളത്തിലെ വനിതാ മുന്നേറ്റ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പാടില്ലാത്ത പേര് അക്കമ്മ ചെറിയാൻ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സർ CPയുടെ ദുർഭരണത്തിനെതിരെ നേർക്കുനേർ നിന്ന് പോരാടിയ ധീരവനിത ആനി മസ്കറിനെ ഞങ്ങൾ സർക്കാർ വിമൻസ് കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് കണ്ടു. അനീതിക്കെതിരെ നിർഭയം പോരാടാൻ വിദ്യാർത്ഥിനികളോട് ഉപദേശം നൽകുന്നത് ഞങ്ങൾക്ക് നേരിട്ട് കാണാനായി. കാൽപ്പനിക കവി, കവിത്രയത്തിലെ പ്രധാനി, ഒരേ ഒരു കുമാരനാശാൻ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. നളിനിയും ലീലയും വീണപ്പൂവും കരുണയും ചണ്ടാലപിശുകയും യുവതയ്ക്ക് ഇന്നും പ്രചോദനമാകണമെന്ന് കുമാരനാശാൻ ആശിക്കുന്നതായ മുഖത്തെഴുത്ത് നമുക്ക് വായിച്ചെടുക്കാനായി. കേരളത്തിലെ ദളിതരുടെ ജീവിതം മാറ്റിമറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും വിപ്ലവ നേതാവുമായ മഹാത്മാ അയ്യൻകാളിയുടെ നിൽപ്പ് ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു. ഇത്രയധികം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നായകന്മാരും സാധാരണ ജനങ്ങളും നിരന്തരം സന്ദർശിച്ച് സംവദിക്കുന്ന, ജീവിക്കുന്ന ഒരു പ്രതിമയെയാണ് ഞങ്ങൾക്കിവിടെ കാണാനായത്. പ്രതിമയ്ക്ക് തൊട്ടു പിന്നിൽ കാണുന്ന മനോഹരമായ കെട്ടിടം ചിന്തിച്ചോ? ഇന്ത്യൻ ശതകോടീശ്വരൻ മുകേഷ് അംബാനിക്ക് മുംബൈയിലുള്ള തന്റെ റെസിഡൻസ് ആയ ആന്റിലിയയുടെ അതേ മാതൃകയിലാണ് ഈ കെട്ടിട നിർമ്മാണം. മാതൃകയെങ്കിലും കാണാം. പിന്നീട് ഞങ്ങൾ പോയത് കേരള സർവകലാശാല ആസ്ഥാനത്തുള്ള ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ മുഖം കാണിക്കാനാണ്. കേരള സർവകലാശാല സ്ഥാപിച്ചത് തിരുവിതാംകൂറിന്റെ വ്യവസായവൽക്കരണം, ക്ഷേത്രപ്രവേശന വിളംബരം തുടങ്ങി ഇന്ന് അനന്തപുരിയിൽ കാണുന്ന പല നിർമ്മിതിക്കും പദ്ധതികൾക്കും പിന്നിൽ അദ്ദേഹമാണ്. വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം മാതൃകയാക്കാനാകുമോ എന്നുള്ള കാര്യം അദ്ദേഹം പ്രത്യേകം ഞങ്ങളോട് ആരാഞ്ഞു. ജനക്ഷേമ തൽപരനായ മഹാരാജാവിനെ ദർശിക്കാനായതിൽ ഞങ്ങളും സന്തോഷിച്ചു. പക്ഷേ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരം ഇന്ന് അദ്ദേഹത്തിന് മുന്നിൽ നടക്കുകയാണ്. ആദ്യകാല മലയാള നോവലിസ്റ്റായ CV രാമൻപിള്ളയെ സന്ദർശിക്കാൻ
ഞങ്ങൾ സെൻട്രൽ ലൈബ്രറി പരിസരത്തേക്ക് ചെന്നു. മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജയുടെയും ചർച്ചകൾ ഇന്നും പ്രസക്തമാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി. ഇതാണ് അനന്തപുരിയിലെ പ്രശസ്തമായ ശാസ്തമംഗലം ജംഗ്ഷൻ. ഇവിടെയാണ് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും സഹകരണ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായ KR എലങ്കത്തുള്ളത്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിന്റെയും സഹകരണ പ്രസ്ഥാനത്തിന്റെയും സ്ഥിതി അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചറിഞ്ഞു. വിവരങ്ങൾ അറിഞ്ഞ അദ്ദേഹം സ്ഥായിയായ ഗൗരവഭാവം തെല്ലും ഉപേക്ഷിച്ചില്ല. ശേഷം ഞങ്ങൾ പോയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ താത്വികാചാര്യനും കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയുമായ സാക്ഷാൽ EMSനെ സന്ദർശിക്കാനാണ്. നിയമസഭയ്ക്ക് മുന്നിലുള്ള സ്ക്വയറിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും ആശയങ്ങൾക്കും കാലാതീതമായ പ്രസക്തിയുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ ഞങ്ങൾ ഓർമ്മിച്ചു. തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന T. മാധവറാവു തിരുവനന്തപുരത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 132 വർഷങ്ങളായി. സിറ്റിയിൽ ആദ്യമായി സ്ഥാപിച്ച പ്രതിമ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അദ്ദേഹത്തിന്റെ നിൽപ്പ്. അത് കാരണമത്രേ ഇവിടെ സ്റ്റാച്യു ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത്. ഒരു ആരാധകൻ ചിന്താവിഷ്ടനായി പ്രതിമയ്ക്ക് താഴെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇതാണ് നഗരത്തിലെ പ്രശസ്തമായ അരിസ്റ്റോ ജംഗ്ഷൻ. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിനെ അരിസ്റ്റോ ജംഗ്ഷനിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി. പ്രതാപശാലിയായ സർ CP-യെ വിറപ്പിച്ച തിരുവിതാംകൂറിന്റെ ആദ്യ പ്രധാനമന്ത്രി പട്ടം താണുപിള്ളയെ ഞങ്ങൾക്ക് കാണാനായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനും VJT ഹാളിനും മുൻപിൽ വച്ചാണ്. ആദ്യകാല നിയമസഭാംഗം പൊന്നറ ശ്രീധരന് പക്ഷേ അനന്തപുരിയുടെ ഹൃദയഭാഗമായ തമ്പാനൂരിലാണ് മനോഹരമായ പാർക്കും അതിൽ ഇരിപ്പിടവും ഒരുക്കിയിരിക്കുന്നത്. വർത്തമാനകാല രാഷ്ട്രീയത്തിന്റെ അപജയത്തെപ്പറ്റി അദ്ദേഹം വാതോരാതെ ഞങ്ങളോട് സംസാരിച്ചു. പാളയം ജംഗ്ഷനിൽ തലയെടുപ്പോടെ മറ്റൊരു മുൻ മുഖ്യമന്ത്രി നിൽപ്പുണ്ട്, R. ശങ്കർ. പിന്നാക്ക സമുദായത്തിൽ നിന്നും മുഖ്യമന്ത്രിയായി, ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി വാചാലനായ അദ്ദേഹം ഞങ്ങളോട് സമീപകാല രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി കർഷക മുന്നേറ്റത്തിലൂടെ മാത്രമേ ഭാരതത്തെ ശാക്തീകരിക്കാനാകൂ എന്ന് ഞങ്ങളോട് അടിവരയിട്ട് പറഞ്ഞു. ഞങ്ങൾ ഏറെ അന്വേഷിച്ച നേതാവിനെ PMG ജംഗ്ഷനിൽ കാണാനായതിൽ ഏറെ സന്തോഷത്തിലാണ് ഞങ്ങൾ. സാക്ഷാൽ നേതാജി. മഹാത്മാഗാന്ധിയുടെ സഹന സമരത്തിനപ്പുറത്തേക്കുള്ള സമരമാർഗങ്ങൾക്കായി INA രൂപീകരിച്ച് 12 തവണ ജയിൽവാസം അനുഭവിച്ച ധീരനായ പോരാളി. നമിക്കുന്നു. പുതുതലമുറ കണ്ടുപഠിക്കണം ആ സമരവീരത്തെ. ആധുനിക കവിത്രയത്തിൽ പ്രമുഖൻ ഉള്ളൂർ S. പരമേശ്വരയ്യർ പ്രൗഢഗംഭീരനായി പാളയത്ത് കേന്ദ്ര വായനശാല കോമ്പൗണ്ടിൽ നിൽപ്പുണ്ട്. കഠിനമായ സംസ്കൃത പദങ്ങൾ സംസാരത്തിലുടനീളം ഇപ്പോഴും അനർഗള നിർഗളം പ്രവഹിക്കുന്നു. ഉജ്ജ്വല ശബ്ദാഠ്യം തന്നെ. ബിഗ് സല്യൂട്ട്. ദളവ എന്നാൽ പ്രധാനമന്ത്രി. തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവ ഉടവാളുമായി ഇപ്പോഴത്തെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് കാവലാളായി നിൽക്കുന്നത് കണ്ടു. അഴിമതി കാട്ടുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്നും പേടി സ്വപ്നമായിരുന്ന അദ്ദേഹത്തിന്റെ നിൽപ്പും സ്ഥാനവും ശരിയായ നിലയിലും സ്ഥാനത്തും തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, സമൂഹത്തെ ഒന്നാകെ വിഴുങ്ങിയിരിക്കുന്ന അഴിമതിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കൊമ്പൻ മീശയും ഊരിപ്പിടിച്ച ഉടവാളുമായി വേലുത്തമ്പി വീണ്ടും പുനർജനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. സന്യാസ ശ്രേഷ്ഠൻ സാക്ഷാൽ സ്വാമി വിവേകാനന്ദനെ അന്വേഷിച്ച് കവടിയാർ ജംഗ്ഷൻ വരെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. മനോഹരമായ ഉദ്യാനത്തിൽ പ്രൗഢഗംഭീരമായാണ് സ്വാമിയുടെ നിൽപ്പ്. ധനവും പദവിയും അധികാരവുമല്ല ആവശ്യം, പക്ഷേ ഹൃദയശുദ്ധിയാണ് നമുക്ക് ആവശ്യം എന്ന് നമ്മെ പഠിപ്പിച്ച, ഈ ലോകം ഭീരുക്കൾക്കുള്ളതല്ല എന്ന് നമ്മെ പഠിപ്പിച്ച സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ.
പാശ്ചാത്യ ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ വേദങ്ങളും യോഗ കലയും എത്തിച്ച ശ്രേഷ്ഠൻ. അദ്ദേഹത്തിന്റെ ചിക്കാഗോ പ്രസംഗം പാശ്ചാത്യ ലോകത്തെ അക്ഷരാർത്ഥത്തിലാണ് ഞെട്ടിച്ചത്. ദീർഘനേരം അദ്ദേഹവുമായി കണ്ണടച്ച് ഞങ്ങൾ സംവദിച്ചു. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും നിവർത്തന പ്രക്ഷോഭ നായകനുമായ സി കേശവൻ രാജപാതയിൽ തന്നെ ഉണ്ടായിരുന്നു. സർ സി പിക്കെതിരെ കുന്തമുനയ്ക്ക് സമാനമായ പ്രസംഗം നടത്തി ജയിലിലായ സി കേശവൻ ഇന്നും ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവും 2 തവണ കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ബഹുമുഖ പ്രതിഭയായ സി അച്യുതമേനോൻ ഹൃദ്യവും എന്നാൽ ആഢ്യത്വം നിറഞ്ഞ ചിരിയോടുകൂടിയും ഞങ്ങൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന് തൊട്ടടുത്ത കേരളത്തിലെ എക്കാലത്തെയും വലിയ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവനെ ഞങ്ങൾക്ക് ദർശിക്കാനായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ഒരൊറ്റ ആപ്തവാക്യം കൊണ്ട് മനുഷ്യരിൽ നന്മകൾ നിറച്ച ഗുരുദേവനുമായി ദീർഘനേരം ഞങ്ങൾ സംവദിച്ചു. മ്യൂസിയം കോമ്പൗണ്ടിൽ വിരാജിക്കുന്ന മുൻ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഒരേ ഒരു ലീഡറുമായ കെ കരുണാകരനെ ഞങ്ങൾ സന്ദർശിച്ചു. സ്വതസിദ്ധമായ ചിരിയോടെ കണ്ണിറുക്കിയാണ് അദ്ദേഹം ഞങ്ങളെ വരവേറ്റത്. അദ്ദേഹത്തെ കണ്ടപ്പോ ഒരു സന്ദേഹം, ഇപ്പൊ കുറച്ച് ഉയരം കൂടിയിട്ടുണ്ടോ അദ്ദേഹത്തിന്? ഏയ്, തന്ത്രശാലിയായ നേതാവല്ലേ, തോന്നിപ്പിച്ചതാവും. ഇത് അനന്തപുരിയിലെ രാത്രി ജീവിതത്തിന്റെ നേർക്കാഴ്ചയായ മാനവീയ വീഥിയാണ്. രാത്രിയിൽ വെളുക്കുവോളം ഇവിടം യുവജനങ്ങളുടെ കൈകളിലായിരിക്കും. സംഗീത സാന്ദ്രമായ രാവുകളാണ് എന്നും. അതുകൊണ്ട് തന്നെ ഇവിടം സംഗീത സാമ്രാട്ടുകൾ കൈയടക്കിയിരിക്കുന്നു. താമസം എന്തേ വരുവാനും അല്ലിയാമ്പൽ കടവിലിൻ നരയ്ക്കു വെള്ളവും ഉൾപ്പെടെ ആയിരക്കണക്കിന് സമാനതകളില്ലാത്ത ഗാനങ്ങൾ മലയാള സിനിമാ ഗാനശാഖയ്ക്ക് സമ്മാനിച്ച അതുല്യനായ കവി ബി ഭാസ്കരനെ ഞങ്ങൾ കണ്ട് സംവദിച്ച് മാനവീയം വീഥിയിലെ യാത്ര ആരംഭിച്ചു. തൊട്ടപ്പുറത്തായുണ്ട് മലയാള സിനിമാ ഗാനരംഗത്തെ അതുല്യനായ സംഗീത ചക്രവർത്തി ജി ദേവരാജൻ മാസ്റ്റർ. ചന്ദ്രകളഭവും മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയും ഉൾപ്പെടെ ആയിരക്കണക്കിന് അതുല്യമായ സിനിമാ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച അതുല്യനായ സംഗീതജ്ഞൻ ജി ദേവരാജൻ മാസ്റ്ററെ തൊട്ടുവണങ്ങി ഞങ്ങൾ വീണ്ടും മാനവീയം വീഥിയിലൂടെ. ഇതാണ് സാക്ഷാൽ വയലാർ രാമവർമ്മ, മലയാളത്തിന്റെ ഒരേ ഒരു ജനകീയ വിപ്ലവ കവി. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിനായി രചിച്ച ബലികുടീരങ്ങളെ എന്ന ഗാനവും, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരവും, പ്രവാചകന്മാരെ പറയൂ, കള്ളിപ്പാലകൾ പൂത്തു തുടങ്ങി ആയിരക്കണക്കിന് ഗാനങ്ങൾ മനസ്സിലൂടെ ഓടിയിട്ടു പോയി. മലയാള സംഗീത ത്രയങ്ങൾക്ക് മുന്നിൽ നമിക്കുന്നു. സാമൂഹ്യ നായകർ മാത്രമല്ല അനന്തപുരിയിൽ ഞങ്ങളോട് സംവദിച്ചത്. ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിക്ക് മുന്നിലുള്ള പ്രതീകാത്മകമായ അമ്മയും കുഞ്ഞും പ്രതിമ. ഈ പ്രതിമയ്ക്ക് മുന്നിൽ മെഴുകുതിരി തെളിയിച്ചാൽ നല്ല ആരോഗ്യവാനായ കുഞ്ഞിനെ ലഭിക്കുമത്രേ. എന്തൊക്കെ വിശ്വാസങ്ങളാണല്ലേ! എന്തായാലും ഈ പ്രവൃത്തി നിർത്തലാക്കാൻ അധികൃതർ നന്നേ പാടുപെടുന്നുണ്ട്. ഇതാ ശംഖുമുഖം ബീച്ചിൽ നിന്നും അതിമനോഹരമായ ഒരു കാഴ്ചാനുഭവം. 87 അടി നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അതിമനോഹരമായ ജലകന്യകയുടെ ശില്പമാണിത്. പ്രശസ്തനായ ശില്പി കാനായി കുഞ്ഞിരാമനാണ് ഈ നിർമ്മിതിക്ക് പിന്നിൽ. പിന്നെ പറയണ്ടല്ലോ. ഇനിയും ഇവിടുണ്ട് കാലഘട്ടങ്ങൾ വരച്ചു കാട്ടിയ നൂറുകണക്കിന് പ്രതിമകൾ. ഇവരൊക്കെ തന്നെ കാലാതീതമായി നമ്മോട് സംവദിച്ചുകൊണ്ടേയിരിക്കും. ഇവർ കൊളുത്തിയ ആശയങ്ങൾ കാലത്തിന്റെ കുത്തൊഴുക്കിനെ അതിജീവിക്കുക തന്നെ ചെയ്യും, തീർച്ച. മറ്റൊരു വിശേഷവുമായി വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ, സീ യു അഗൈൻ.